നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട്. വേവിച്ചതിന് ശേഷം ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് അതിനെ ഉടച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം, ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ കുഴച്ചൊരു പരുവത്തിലെത്തുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കതിനെ സാധാരണ രീതിയിൽ നമ്മൾ ചപ്പാത്തി കുഴച്ച് പരത്തുമല്ലോ, ഇതേപോലെ ഉരുളയാക്കി കുഴച്ച് എടുത്ത് നമുക്കതിനെ പരത്താം. പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് നൈസാക്കി പരത്തിയിട്ട് ഇനി അതിനെ നമുക്ക് കോൺ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. അതിന് ഇതിൽ കാണുന്നത് പോലെ തന്നെ കുറച്ച് മാവ് വിതറിയിട്ട് കോൺ ഷേപ്പിൽ മടക്കി നന്നായിട്ട് നൈസാക്കി പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് നെയ്യ് നമുക്ക് വേണ്ട രീതിയിൽ ഒഴിച്ച് അതിനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്.